ഇത് ഇതൊക്കെ നല്ല കട്ടിയാണ്, അതുകൊണ്ട് ഒടിഞ്ഞു പോരും. പൊടിച്ചല്ലേ? കുറുമ്പൊടിച്ചല്ലേ? ആ കാണുന്നതായിരിക്കും അല്ലേ പൂവല്ലേ? ഈ കാണുന്നല്ലേ? അത് കണ്ടു. ഓക്കെ. ആ കാണാം. ഇതല്ലേ പൂക്കൾ? മുകളിലൊക്കെ ഉണ്ടല്ലേ? അന്നേരം പുള്ളിക്കാരനത് ആക്ച്വലി പുള്ളിയാണ് ഇതിനെ ഫേമസ് ആക്കിയത്. പിന്നെ പുള്ളി ഗവർണറായപ്പം പുള്ളി ഗവർണർ വരിക എന്നൊക്കെ പറയുമ്പം ഏറ്റവും വലിയ പ്രായം കൂടുമല്ലോ, അങ്ങനെയാണ് ഫേമസ് ആയത്. ഇതിൽ പിന്നെ ഞാൻ ആക്ച്വലി നമ്മളിത് എൻ്റെ ഫാദർ ഈ സ്ഥലം വാങ്ങിച്ചൊരു നിയർലി 100 years ബാക്ക്. 100 വർഷം സ്ഥലം വാങ്ങിച്ച് അത് പുള്ളിയുടെ തറവാട്ടിൽ നിന്ന് മാറി താമസിക്കാൻ ഫാമിലി ആകുമ്പോൾ അങ്ങനെ ഞങ്ങളുടെ സിസ്റ്റമാണല്ലോ. ഏറ്റവും ഇളയ ആൾക്കാർക്കും തറവാട്. അപ്പം മുമ്പ് ചേട്ടന്മാരെല്ലാം മാറി മാറി താമസിക്കുന്നു. അപ്പം അങ്ങനെ എൻ്റെ ഫാദർ ഞാനൊക്കെ ഉണ്ടാകുന്നതിന് ഒത്തിരി മുമ്പ്, എനിക്കിപ്പോൾ 75 വയസ്സായി. എൻ്റെ ഫാദർ ആക്ച്വലി ഇത് 96 years ബാക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചു. ഫാദർ അന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ എൻ്റെ മദർ പറയുന്നത് ഒരു 2/3 ഇതിൻ്റെ സൈസുണ്ട്. അന്നേ അത് വലിയ മരം. ഫാദർ പക്ഷെ അതിന് ഒരു ഇമ്പോർട്ടൻസ് നോർത്ത് ഈസ്റ്റ് ഏരിയയിലായി നിൽക്കുന്നത് ഈ വീടിൻ്റെ. അതുകൂടെ അതും കലഞ്ഞി മരത്തെ ഒരിക്കലും ഉപദ്രവിക്കരുത്, ഇരുമ്പ് വെക്കരുത് എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടല്ലേ ഉണ്ട്. അത് അതുകൊണ്ട് അദ്ദേഹം നിർബന്ധമായിട്ട് പറഞ്ഞിരുന്നു ഇത് ഒരിക്കലും വെട്ടരുത്. അതുകൊണ്ടാണ് സത്യം പറയുകയാണ് ഇത് ഇങ്ങനെ നിന്ന് പോയത്. ഇത്ര വർഷമായിട്ടല്ലേ? കാറ്റത്തും മഴയത്തും ഒക്കെ എന്തെങ്കിലും അതിന്റെ കാരണം നമ്മൾ ഇപ്പൊ ഈ താങ്കൾ കാണുന്ന ഈ ഫ്രണ്ട് ഉണ്ടല്ലോ, ഈ ചോട്, ഇതിന്റെ ഒരു 7 അടി താഴെ വന്നാണ് ആക്ച്വലി മരം തുടങ്ങിയിരിക്കുന്നത്. ഒരു കുഴിയായിരുന്നു, കുഴിയുടെ അർബത്ത് നിന്നിരുന്ന ഇത് അതിനെ ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യുന്നു. പിന്നെ അതല്ല, വീടിന് മുമ്പിൽ ഞാൻ ഈ വീട് പുതുക്കി പണിത ഒരു 1998 വീട് പണിത്, 97-98. അപ്പം ആ അന്തരത്തേക്ക് ഈ പ്ലോട്ട് മുഴുവൻ പൊക്കി. ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ ചെറുപ്പത്തിൽ വള്ളം ഇവിടെ വരുമായിരുന്നു. കാരണം നമ്മൾ ഇങ്ങനെ തോടാ, ഈ തോട് നേരെ പോയി വേറെ വലിയ തോടിൽ കൂടും. ആ തോടി ഒന്ന് ആറ്റി മീനച്ചിലാറ്റിച്ചിട്ടുണ്ട്. അവിടെ വള്ളംകളി നടക്കുന്ന സ്ഥലം. വള്ളംകളി അവിടെ നടക്കുന്ന മീനച്ചിലാറ്റി. ഇത് തോടിന്റെ ആയിരുന്നോ? ഈ എല്ലാ പഴയ കാലത്ത് എല്ലാവർക്കും ട്രാൻസ്പോർട്ട് മുഴുവൻ ബൈ ബോട്ടല്ലേ. എൻ്റെ വീണ്ടും അതൊക്കെ എൻ്റെ ചെറുപ്പത്തില് ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് വള്ളം. അന്നേരം ഈ കുളം എല്ലാവരും തന്നെ തോടുകളൊക്കെ എങ്ങും നികത്തി, ഞാനും നികത്തി. അന്നേരത്തേക്ക് ഈ 7 അടി വലിയ ഇതിനെക്കാട്ടും വണ്ണത്തിൽ മരം താഴെ ഇങ്ങനെ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നോക്കി മുകളിൽ നിന്ന് തന്നെ വേരുകളായി നിറച്ച് വേര്. മുകളിൽ നിന്നും ഈ 7 അടിക്കും വേരാ, തായ് വേര് കൂടാതെ. അവിടെ ഒരിക്കലും മറിയുക യാതൊരു ചാൻസും ഇല്ല. ഇതിന്റെ ചോട്ട് വന്നൊക്കെ ഇരിക്കുമോ? അതോ ഇവിടെ ഒന്നൊക്കെ ഇരിക്കുമോ? അപ്പം നമ്മുടെ പ്രിയ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, കാരണം മരങ്ങൾ പ്രിസർവ് ചെയ്യണം, ഒരിക്കലും വെട്ടിക്കളയരുത്. ഞാൻ ആക്ച്വലി അത്യാവശ്യം ഏതെങ്കിലും മരം വെട്ടേണ്ടി വരുവാണെങ്കിൽ തന്നെ നമ്മൾ 2-3 വെക്കും. ഞാൻ ഫാക്ടറി ഫാക്ടറിക്കാരനാണ്. അഗ്രോബാറ്റക് അത്തക്ക് എന്നുള്ളതാണ് എൻ്റെ കമ്പനി. കേരളത്തിലെ ആദ്യത്തെ ബയോ ഫെർട്ടിലൈസറും ബയോ പെസ്റ്റിസൈഡ്സ് മാനുഫാക്ചറാണ്. 34 വർഷം മുമ്പ് ഞങ്ങൾ അത്തക്ക് തുടങ്ങി. ദൈവം സഹായിച്ച് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. 1500 ഡീലേഴ്സ് ഉണ്ട്. അപ്ടെക് എന്ന് പറഞ്ഞാൽ വളത്തിൻ്റെ അത് പാക്കിലുണ്ടല്ലോ, കോട്ടയം പാക്കിലെ ഇൻഡസ്ട്രിയൽ സാറിൻ്റെ ആണോ? മാത്രമല്ല പത്തനാപുരത്തുണ്ട്, കണ്ണൂരുണ്ട്. ഞാൻ കർഷകശ്രീ വഴി അത് കണ്ടതേ. പിന്നെ നമ്മൾ പാലക്കാട് ഇപ്പം പുതുതായിട്ട് ഞങ്ങൾ തുടങ്ങി, തേനിയിലുണ്ടല്ലേ. അപ്പം ഞങ്ങളുടെ ഞാൻ എവിടെയെങ്കിലും ഫാക്ടറിക്ക് വേണ്ടി സ്ഥലം വാങ്ങിച്ചാൽ ആദ്യം ചെയ്യുന്ന പരിപാടി മരം വെക്കുക എന്നുള്ളതാണ്. കാരണം തേക്കോ എന്തെങ്കിലും മഹാഗണിയൊക്കെ വരും.
തേയിലാണെങ്കിൽ മുഴുവൻ തെങ്ങ് വെച്ചിരിക്കും. തെങ്ങല്ലേ? ആ, ഇത് കമ്പൊടിഞ്ഞു പോയിട്ടുണ്ടല്ലേ? കമ്പൊടിയല്ലേ? ഒടിയെന്ന് പറഞ്ഞാൽ ഇത് കുഴപ്പം വരുമ്പോഴത്തേക്ക് നമ്മളതിനെ ഇറക്കും. അല്ലെങ്കിൽ ഓക്കെ ഓക്കെ. ഈ കേബിളെല്ലാം പൊട്ടിച്ച് പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി, വലിയ കാറ്റ് വരുന്നത്. അതായത് ഉണങ്ങി ചിലക്കുണ്ട്. മെയിൻ മരത്തിന് കുഴപ്പമില്ല, ഒരു കമ്പുകൾ ചിലപ്പം ഉണങ്ങും. ഓക്കെ. അപ്പോൾ ഞങ്ങൾ പരിസ്ഥിതി ദിനത്തോട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ കവികളെ ഞങ്ങൾ കവിതകൾ എഴുതിയിട്ടുണ്ടേ. ഒരു 10 പേർക്കുള്ള അവാർഡ് ഞങ്ങൾ അത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അത് ചെയ്തു, അതിൻ്റെ കവിതയെല്ലാം എഴുതി. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഇതൊരു നമുക്കൊരു ലെസണാണ്, ഒരു പഠന വിഷയം പോലെ ഇത് തോന്നുന്നു. അപ്പം നമുക്ക് വൃക്ഷങ്ങളെ സ്നേഹിക്കുകയും വൃക്ഷങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഒരു ദൗത്യമാണ്. മിക്കവരും വെട്ടിക്കളയുക അല്ലെങ്കിൽ പറിച്ച് കളയുക എന്നുള്ളൊരു പ്രവണതയാണ്. അപ്പം ആ ഒരു നിലപാടുകൾ മാറ്റിക്കൊണ്ട് വൃക്ഷത്തിന് കൊടുക്കേണ്ട, പ്രത്യേകിച്ചും ഇതുപോലുള്ളതായിരിക്കും വൃക്ഷങ്ങളൊക്കെ വേണ്ട സംരക്ഷണങ്ങൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സാറിൻ്റെ പേര് പറഞ്ഞാൽ? എൻ്റെ പേര് KJ ജേക്കബ്. ഓക്കെ. രാജു കൊച്ചേട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, രാജു കൊച്ചേട്ടല്ലേ? ഓക്കെ. അപ്പം ഒത്തിരി സന്തോഷം. പരിസ്ഥിതി ദിനത്തിൽ ഈ പരിസ്ഥിതി ദിനം നമ്മുടെ 5-ാം തീയതി ആയിരുന്നല്ലോ. 5-ാം തീയതി ഇവിടുന്ന് സൈക്കിളിസ്റ്റുകൾ കോട്ടയം ജില്ലയിലെ സൈക്കിള് ഓടിച്ചു, സൈക്കിൾ ചവിട്ടിയ ഒരു 10-60ഓളം ആൾക്കാർ വന്ന് ഇവിടെ ഡിസ്ട്രിക്ട് കളക്ടറുണ്ടായിരുന്നു, ചന്ദൻകുമാർ മീന. ഓക്കെ. അദ്ദേഹം അവരെ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഇവിടുന്ന് ഇവിടെ വന്നൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് നമ്മുടെ കോട്ടയത്തെ ഡോക്ടർ പുന്നൻ കുര്യൻ വേങ്കടം. അദ്ദേഹത്തെ അന്ന് നമ്മുടെ സ്പീക്കർ ഇവിടെ വന്നിട്ട് റോട്ടറിയുടെ ആദരവ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. 2 ചടങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു ഈ പരിസ്ഥിതി ദിനത്തിൽ.